സാർ അങ്ങനെ കാണാൻ പറ്റുന്നില്ല സാർ. സാർ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ നിയമസഭ തടസ്സപ്പെടുത്തുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. സഭയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് സാർ. പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, തൽക്കാലം സമരമൊക്കെ നടന്നോട്ടെ, അത് ജനാധിപത്യ ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നമുക്ക് നിയമസഭയിൽ ചർച്ച ചെയ്യാനുള്ള അവസരം തരാതിരിക്കുന്നത് വളരെ വളരെ മോശമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സർ, പട്ടാമ്പി മണ്ഡലത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 ഫ്ലൈ ഓവറുകളാണ് നടക്കുന്നത്. അതിലൊന്ന് വാടനാംകുറിശി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പുഴയിൽ ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുകയാണ്. കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വാടനാംകുറിശി കുറച്ച് സ്ലോ ആണ്, അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം. അതോടൊപ്പം ഈ 3 ഫ്ലൈ ഓവറുകളിലും ഭാവിയിൽ അതിൻ്റെയൊക്കെ താഴെ വി പാർക്ക് ഉണ്ടാക്കാനും അതുപോലെ വല്ലപ്പുഴയിൽ ടൗണിനെ അത് ബാധിക്കാതിരിക്കാൻ ടൗൺ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും അങ്ങ് തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം. സാർ, തീർച്ചയായിട്ടും 2 വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പാലങ്ങളുടെ കാര്യത്തിൽ വേഗത വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ഇടപെടാറുണ്ട് സാർ. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത്. അതായത് 2026 ആകുമ്പോഴേക്കും 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക. ഓരോ മണ്ഡലത്തിലും ഇതിനൊരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനം ചലിച്ചതിൻ്റെ ഭാഗമായി 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ളത് 4 വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഈ സഭയെ അറിയിക്കുകയാണ് സാർ. ഇപ്പം 149 പാലങ്ങളുടെ പ്രവൃത്തി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർത്തീകരിക്കപ്പെട്ടു. 150ാമത്തെ പാലം പാറശാലയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് സാർ. വേഗത്തിലാക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്.